ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആരോപണത്തിൽ പോയിന്റ് 7 പരിശോധന ആരംഭിച്ചു. ഇന്ന് പ്രധാനമായും വനമേഖലയോടും ദേശീയപാതയോടും ചേർന്ന പ്രധാന പോയിന്റുകളിലാണ് പരിശോധന. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട്. ജോസഫ്, പരിശോധന ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ആതിര, ഇന്ന് 11 മണിയോടുകൂടി പോയിന്റ് 7 പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നില്ല. ഈ നിർണായക വിവരങ്ങൾ, തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പുഴയോട് ചേർന്നൊരു പ്രദേശമാണ് പോയിന്റ് നമ്പർ 7. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധനകളാണ് ഇപ്പോൾ വിപുലമാക്കിയിരിക്കുന്നത്. അതായത് ചെറിയ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇവിടെ പരിശോധന പുരോഗമിക്കുകയാണ്. ഇന്നലെ 6ാമത്തെ പോയിന്റിൽ നടത്തിയ പരിശോധനയിൽ അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തുകയുണ്ടായിരുന്നു. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്നലെ രാത്രിയോട് കൂടി തന്നെ, അതായത് വൈകിട്ട് 5 മണിക്ക് ശേഷം ഇത്തരത്തിൽ പോയിന്റ് 7 കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് ഈ പരിശോധന വീണ്ടും പുനർക്രമീകരിച്ചത്. ഇത്തരത്തിൽ ഈ പോയിന്റ് നമ്പർ 7 കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. എന്തായാലും കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി, അതിന്റെ വശങ്ങൾ പൂർത്തിയാക്കി തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതായത് 1 മുതൽ 7 വരെയുള്ള ഓർഡറുകൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ തെളിവുകളാണ് ശേഖരിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല. പക്ഷേ നിർണായകമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് 8, 9, 10, 11 മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന നടത്തുകയെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചത്. പക്ഷേ ഇന്ന് ഇത്രയേറെ വൈകിയിരിക്കുന്ന സാഹചര്യത്തിൽ 8ാമത്തെ പോയിന്റിൽ കൂടി പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ട്. ഇത് വനത്തോടും പുഴയോടും ചേർന്ന മേഖലയാണ്, റോഡിന് അരികിലുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മൃതദേഹ ഭാഗങ്ങൾ കൂടുതൽ കണ്ടെത്താനുള്ള ഒരു സാധ്യതയാണ് അന്വേഷണ സംഘവും ശുചീകരണ തൊഴിലാളിയും പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഈ ഭാഗത്ത് നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണ് മാറ്റി പരിശോധന നടത്തുന്നതിനുള്ള ചെറിയ യന്ത്ര സാമഗ്രികൾ അടക്കം ഇവിടെ ഈ കാട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഭക്ഷണ ഇടവേളയ്ക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ പിരിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഈ ശുചീകരണ തൊഴിലാളിയെ ഈ ഭാഗങ്ങൾക്ക് എത്തിച്ച് തെളിവെടുപ്പ് കൂടുതൽ ഊർജിതമാക്കും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ടത് ഈ ആദ്യ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ലഭിച്ച ബാഗും ബ്ലൗസും ATM കാർഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ്. ആ വസ്തുതകളുടെ സൂക്ഷ്മ പരിശോധന നടന്നു വരികയാണ്. ഈ സംഭവവുമായി ബന്ധമില്ലാത്ത ഒരാളുടേതാണ് എന്നുള്ള അനൌദ്യോഗിക വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്തായാലും പോലീസ് ഇയാളുടെ വിശദ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇത് മരണപ്പെട്ട ഒരാളുടെ, അതായത് ഈ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരാളുടേതാണ്. ആ കാർഡിൽ കാണുന്ന പെൺകുട്ടിയുടെ പേര്, രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് അയാളുടെ അമ്മയുടെ പേരാണ് എന്നുള്ള അനൌദ്യോഗിക സ്ഥിരീകരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റ് പോയിന്റുകളിലെ പരിശോധനയെക്കുറിച്ച് ഒരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായി തന്നെ ഇത്തരത്തിൽ വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ പ്രാഥമിക ഘട്ടത്തിലാണ് അന്വേഷണം എന്നാണ് പ്രണവ് മഹന്തിയ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയത്. ഇന്നലെ DGP സ്ഥലത്ത് നേരിട്ടെത്തി അന്വേഷണ പുരോഗതി വിലയിരുത്തിയിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറും ഈ എല്ലാ പോയിന്റുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട്. ആവശ്യമെങ്കിൽ ആദ്യ പൂർത്തീകരിച്ച പോയിന്റുകൾ കേന്ദ്രീകരിച്ച് വീണ്ടും പരിശോധന നടത്തും എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ശുചീകരണ തൊഴിലാളിക്ക് 100% സംതൃപ്തി വരുന്നത് വരെ ഒരു ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അത്തരത്തിൽ ആണ് ഈ അന്വേഷണം, പ്രത്യേകിച്ച് തെളിവെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ തെളിവെടുപ്പ് ഇപ്പോൾ 7ാം ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ 7ാം ഭാഗത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി 8ാം ഭാഗത്തേക്ക് കടന്നു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുഴയോട് ചേർന്ന ഒരു പ്രദേശമാണ് ഈ 7ാം ഭാഗം. അതുകൊണ്ട് തന്നെ വെള്ളം കയറുന്ന അടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മാത്രമല്ല, കുഴിയെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വെള്ളം കയറി വരുന്നത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യന്ത്ര സാമഗ്രികൾ അടക്കം ഇവിടെ എത്തിച്ചുകൊണ്ടുള്ള വിപുലമായ അന്വേഷണമാണ് നടത്തുന്നത്. 6ാം ഭാഗത്തു നിന്ന് കണ്ടെത്തിയ അസ്ഥികൾ ഇതിനോടകം തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ സൂക്ഷ്മ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ നിർണായക വിവരങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വ്യക്തത കൈവരുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതേസമയം തന്നെ മംഗലാപുരത്തും ബെൽത്തങ്ങാടിയിലും
ഹെൽപ്പ് ഡെസ്ക് സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്ക് സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഈ രഹസ്യമായി പരാതികൾ അറിയിക്കുന്നതിനും അതുപോലെ തന്നെ ഈ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഹെൽപ്പ് ഡെസ്ക് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ മംഗലാപുരം ഭാഗത്ത് ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും ലഭിച്ചിട്ടുണ്ട്. ഈ പരാതികളുടെ എല്ലാം സൂക്ഷ്മ പരിശോധന നടത്തുകയാണ്. അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ പരാതികൾ കൂടുതൽ ലഭിക്കേണ്ടത് ഈ കേസന്വേഷണത്തിൽ ഏറെ നിർണായകമാണ്. കാരണം ഈ പുറത്തെടുക്കുന്ന അസ്തികൾ ആരുടേതെന്ന് വലിയൊരു ചോദ്യചിഹ്നം കോടതിയുടെ മുമ്പിൽ അന്വേഷണ സംഘം മറുപടി നൽകേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ കൂടുതൽ പരാതികൾ ലഭിച്ച് കൂടുതൽ DNA സാമ്പിൾ അടക്കം ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ മൃതദേഹാവശിഷ്ടങ്ങൾ ആരുടെ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടാകുകയുള്ളൂ. മാത്രമല്ല ഇവർ എങ്ങനെ കൊല്ലപ്പെട്ടു, ആരാൽ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വരികയുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നിയമപരമായിട്ടുള്ള ഒരു സാധ്യത നിയമത്തിന്റെ മുമ്പിൽ ഈ കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉരുവാകുകയുള്ളൂ. എന്തായാലും മറ്റ് സർവ്വതല സ്പർശിയായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ പൂർണ്ണ തൃപ്തിയാണ് സമരസമിതി പ്രവർത്തകരും പങ്കുവച്ചിട്ടുള്ളത്. ഈ SITയുടെ അന്വേഷണം കാര്യക്ഷമമായ രീതിയിൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നതിൽ സന്തോഷമുണ്ട് എന്നാണ് സമരസമിതി പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിനോടകം തന്നെ നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാ സൂക്ഷ്മ പരിശോധനയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദമായ മൊഴിയെടുപ്പും എല്ലാം നടന്നു വരികയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്നും കൂടുതൽ ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് സമരസമിതി പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. 14 മുതലുള്ള പോയിന്റുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്, സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ കുഴിച്ച് പരിശോധന നടത്തണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം. ഈ കോടതിയുടെ അനുമതിക്ക് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം കാത്തു നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ നടപടിയിലേക്ക് കടക്കണ്ട. 13 ഭാഗങ്ങളിലെ കുഴിച്ചെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം 14ാമത്തെ ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. എന്തായാലും പഴുതടച്ചുള്ള അന്വേഷണം, കൃത്യതയാർന്ന അന്വേഷണം, ഊർജ്ജസ്വലമായ ഒരു അന്വേഷണം, ഇതാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ പൂർണ്ണ സംതൃപ്തിയും പൂർണ്ണ വിശ്വാസവുമാണ് ഇവിടുത്തെ സമരസമിതി പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. ആതിര.